സജി ചെറിയാൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ വർഗീയത പറയുന്ന കാഴ്ചയായിരുന്നു സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടു. ആ സമയത്ത് പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡുമുള്ള ജയിച്ചവന്റെ മതം നോക്കൂ എന്നാണ് അന്ന് സർ ഒരു മന്ത്രി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്തിക്കാട്ടി ഇസ്ലാമോഫോബിയ വളർത്തി ഭൂരിപക്ഷ സമുദായ വോട്ട് നേടാൻ സർ ഇവർ ശ്രമിച്ചത്. കഴിഞ്ഞ കാലത്ത് ഇടതുഭരണത്തിൽ പുരോഗമന മതനിരപേക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെന്ന് പുറമേക്ക് നടിക്കുകയും ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന സമീപനവുമായിരുന്നു സർ ഇടത് ജനാധിപത്യ മുന്നണി വിശിഷ്യ CPM സ്വീകരിച്ചത്. പോളിറ്റ് ബ്യൂറോ മെമ്പർ മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ വർഗീയത പറയുന്ന കാഴ്ചയായിരുന്നു സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കനത്ത തോൽവികൾ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമ്പോൾ കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിന് പകരം ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വോട്ടിൻ്റെ ഏകീകരണവുമാണ് എന്ന് പറഞ്ഞ് ന്യായം നിരത്തി രക്ഷപ്പെടാനാണ് എന്ന് ചാപ്പകുത്താനാണ് സർ ഇടതുപക്ഷം ശ്രമിച്ചത്. തദ്ദേശ സ്വയംഭരണത്തിൽ അതിശക്തമായ തിരിച്ചടി ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടും നിങ്ങളത് പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ ആ സമയത്ത് പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡുമുള്ള ജയിച്ചവന്റെ മതം നോക്കൂ എന്നാണ് അന്ന് സർ ഒരു മന്ത്രി പറഞ്ഞത്. സജി ചെറിയാൻ ജാതിയും മതവും നോക്കാൻ പറയാൻ ഇത് ഇടത് പുരോഗമന ആശയം പ്രചരിപ്പിക്കുന്നവർ എന്ന് പറയുന്നവർക്ക് എന്താണ് സർ തോന്നാൻ കാരണം? മുസ്ലിം സമുദായത്തിൽ നന്നേ ചെറിയ വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമിയെ ഉയർത്തിക്കാട്ടി ഇസ്ലാമോഫോബിയ വളർത്തി ഭൂരിപക്ഷ സമുദായ വോട്ട് നേടാൻ സർ ഇവർ ശ്രമിച്ചത്. അങ്ങനെ ഭൂരിപക്ഷത്തെ ഏകീകരിക്കാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിനും യഥാർത്ഥ മതനിരപേക്ഷതയുണ്ട് എന്നാണ് സർ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചത്. ഇതിന് ഊർജം പകരുന്ന പ്രസ്താവനകളാണ് ധ്രുവീകരണത്തിന് ഊർജം പകരുന്ന പ്രസ്താവനകളാണ് പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും അന്ന് നടത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി അഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന് വരെ സർ CPMന്റെ ഒരു ഉന്നത നേതാവ് പ്രസംഗിച്ചു. AK ബാലൻ പേര് പറയിപ്പിക്കണ്ട, AK ബാലൻ പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചു. അതിനെ തിരുത്താൻ പരിണിതപ്രജ്ഞനായ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പോലും രംഗത്ത് വന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുല്യതയില്ലാത്ത തോൽവി പാർട്ടിക്ക് ജനം സമ്മാനിച്ചത് അതുകൊണ്ടാണ് സർ. ഇത് പരിശോധിക്കാൻ CPM തയ്യാറായിട്ടില്ല. പരാജയം വിലയിരുത്തിയ ഓരോ പാർട്ടി യോഗങ്ങളിലും നേതാക്കന്മാർക്ക് വരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വിഷയം മാറ്റാൻ ED വേട്ടയും ന്യൂനപക്ഷ ഏകീകരണ വോട്ടിൻ്റെ ഒക്കെ ആയുധമാക്കുകയാണ് CPM നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറശാല മുതൽ മഞ്ചേശ്വരം വരെ എല്ലാ ജില്ലകളിലും ഇടതുപക്ഷം തകർന്നടിഞ്ഞിട്ടും CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയുടെ അതിപ്രസരമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. സർ, അവനവന് വേണ്ടിയല്ലാതെ അപരന് ചുടുചോറ് നൽകി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി എന്നാണ് പറയപ്പെടാറുള്ളത്. രാഷ്ട്രീയ വൈരം തീർക്കാൻ 52 വെട്ടി നിഷ്കരണം പാർട്ടി സഖാക്കളാൽ വധിക്കപ്പെട്ട TP ചന്ദ്രശേഖരന്റെ ബലിദാന ദിനത്തിൽ തന്നെ കേരളം ജനവിധി കേട്ട മെയ് 4-ന് 102 വോട്ട് വെട്ടിയാണ് ഇടതുമുന്നണിയെ ജനം തോൽപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും പാഠം പഠിക്കാതെയാണ് KN ബാലഗോപാൽ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന രക്തസാക്ഷികളുടെ മണ്ണ് ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെയാണ് സർ നിന്നത്? കയ്യൂർ, കരിവള്ളൂർ, പുന്നപ്ര, വയലാർ, മൊറാഴ, കാവുമ്പായി, മുറിയംകുന്ന്, ഒഞ്ചിയം എന്നീ രക്തസാക്ഷികളുടെ മണ്ണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ കൈവിട്ടത് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. വയലാർ ഗർജിക്കുന്നു എന്ന കവിതാ സമാഹാരത്തിൽ ആമുഖത്തിൽ P. ഭാസ്കരൻ മാസ്റ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സാർ: ജനതതി ഒന്നായി ഉയർന്നു നാടിൻ്റെ കലിയുഗം ചോരയാൽ മാച്ചിടുമ്പോൾ, കരിയും നഖവും പിടിപ്പോത്തൻ കരങ്ങളിൽ പ്രതികാര കൈവാളം കൊണ്ടടഞ്ഞിടുമ്പോൾ, കയറൂ പിരിക്കുവോർ മർദ്ദകർ തൻ കൊലക്കയറും പിരിച്ചുകൊണ്ടടുത്തിടുമ്പോൾ, വയലാറിൻ വ്യംഗ്യാർത്ഥം നന്നായി ഗ്രഹിച്ചിടും പുതിയ കാലത്തിൻ തലമുറകൾ എന്ന് P. ഭാസ്കരൻ മാസ്റ്റർ എഴുതിയത് ഈ തലമുറയാണ്. ഈ പുതിയ തലമുറ വന്നപ്പോൾ നിങ്ങൾക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്യുകയും അവിടെ ജയിച്ചത് അമ്പലപ്പുഴയിലെ G. സുധാകരൻ എന്ന കേരളത്തിലെ ഏറ്റവും നല്ല വിശുദ്ധനായ കമ്മ്യൂണിസ്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ ആർക്കാണ് ഇടതുപക്ഷത്തിന് ഞങ്ങളെ കൂടെയാണോ ഇടതുപക്ഷക്കാർ നിന്നത്? ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് തന്നെയെങ്കിലും, നിങ്ങളെ സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് തന്നെയെങ്കിലും പുതിയ സഖാക്കൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
പുതിയ കാലത്തിൻ്റെ പിന്മുറക്കാരായ സഖാക്കൾ കൂട്ടമായി വന്ന് ഇവിടെ പി ഭാസ്കരൻ മാഷ് എഴുതിയതുപോലെ LDF-നെതിരായി വോട്ട് ചെയ്തു. വയലാർ രക്തസാക്ഷി ദിനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ കരുതി പ്രവേശിപ്പിൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ കരുതി പ്രവേശിച്ച പുതിയ തലമുറ മുഴുവൻ സഖാവ് സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റിനാണ് സർ വോട്ട് ചെയ്തത്. എക്കാലത്തെയും നല്ല കമ്മ്യൂണിസ്റ്റാണ് സുധാകരൻ എന്ന് CPM-ൻ്റെ ആളുകൾ പോലും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കയ്യൂരും ചീമേനയും എല്ലാം ഉൾക്കൊള്ളുന്ന മണ്ഡലം സഖാവ് നായനാർ പ്രതിനിധീകരിച്ച തൃക്കരിപ്പൂരിനെ ഈ സഭയിൽ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീ സന്ദീപ് വാര്യരാണ് സർ. ഇത് സഖാക്കൾ മനസ്സിലാക്കണം. സഖാവ് കൊണ്ടാടി കണ്ണൻ ഒരിക്കൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായ ഓഞ്ചിയം ഉൾക്കൊള്ളുന്ന വടകരയിൽ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് KK രമയാണ്. കഴിഞ്ഞ വർഷം KK രമ 5000 വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം 15000-ഓളം വോട്ടിലേക്കാണ് ഒഞ്ചിയത്തെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. EMS-ന്റെ ജന്മനാട് ഏലംകുളം ഉൾക്കൊള്ളുന്ന പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ വർഷം ജയിച്ചത് 38 വോട്ടുകൾക്കാണെങ്കിൽ ഇപ്രാവശ്യം 30,000-ൽ പരം വോട്ടുകൾക്കാണ് സർ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ പാഠം തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പാഠം തന്നെയെങ്കിലും CPM ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റുള്ള മന്ത്രിസഭ ഈ UDF-ന്റെ മന്ത്രിസഭയാണ് സർ. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി CP ജോൺ, ഇനി വേണമെങ്കിൽ ഷിബു ബേബി ജോണും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രാതിനിധ്യമുള്ള മന്ത്രിസഭ ഇന്ന് സർ ഞങ്ങളുടെ മന്ത്രിസഭയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സർ എൻ്റെ പാർട്ടിയുടെ പ്രകടനം UDF-ൽ ഏറ്റവും മികവുറ്റുള്ള പ്രകടനമായിരുന്നു സർ. സ്ഥാനാർത്ഥികളെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾ അഴീക്കോടും കൂത്തുപറമ്പും ഗുരുവായൂരും സർ പരാജയപ്പെട്ടിട്ടുള്ളത്. 5000 വോട്ടിന് താഴെയാണ് 3 മണ്ഡലങ്ങളിൽ പോലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം പരാജയപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്ത് നിന്ന് ജനവിധി തേടിയ ഞങ്ങളുടെ പാർട്ടി ലീഡർ 85,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത്. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയുള്ള ഒരു ലീഡ് ഞങ്ങൾക്കുണ്ടായില്ല. ഇത് നിങ്ങളുടെ ഈ ചാപ്പിയടി കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സർ. ഞങ്ങൾ മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലും സർ കോട്ടക്കൽ 63,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് സർ. അതുപോലെ തന്നെ സർ ഈ തിരുവരങ്ങാടിയിൽ 63,000 വോട്ടിനാണ് തിരുവരങ്ങാടി ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത്. കൊണ്ടോട്ടിയിലും വള്ളിക്കുന്നും എല്ലാം ഞങ്ങൾ 50,000-ത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ വിജയിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എക്കാലത്തെയും ഞങ്ങളുടെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഭൂരിപക്ഷം നൽകി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് UDF-ന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സർ കടന്നു വരികയാണ്. അങ്ങനെയുള്ള ഞാൻ പോലും മത്സരിച്ച ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പോലും 51,000-ത്തിലധികം വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച ജനങ്ങളോടുള്ള കടപ്പാടും നന്ദിയും കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് സർ. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് നൽകിയത് കൊണ്ടാണ്, ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് സർ ഇത്ര അധികം ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചത്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ പാഠം പഠിക്കണം. ഇനിയെങ്കിലും കണ്ടറിയാത്തവൻ കൊണ്ട് തന്നെയെങ്കിലും അറിയണമെന്ന് ഒരിക്കലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്ന വാക്ക് പാലിക്കുകയും ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചിട്ടുള്ളൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ നയപ്രഖ്യാപനത്തെ സർ ഞാൻ അനുകൂലിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.